എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ശക്തിയും ദൈവ തേജസ്സിൻ്റെ സൗന്ദര്യവും അനുഭവിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കുടുംബങ്ങൾ മഹത്വത്തിൻ്റെ കുടുംബങ്ങളാണ്. നമ്മുടെ തലമുറ ദൈവ തേജസ്സിൻ്റെ തലമുറയാണ്. നമ്മുടെ സഭ മുഴുവൻ കർത്താവിൻ്റെ മഹത്വം പ്രകാശിതമാകണം. എല്ലാ ജനതകളും കർത്താവിൻ്റെ ഗ്ലോറി കാണണം. ഈ ഒരു ആഗ്രഹത്തോടെ, അതിലേറെ പ്രാർത്ഥനയോടെ ദൈവ തിരുമുമ്പിൽ നമുക്കായിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവിൻ്റെ മഹത്വമാണ്. ഈ ലോകത്തിൽ പല വിധത്തിലുള്ള പാപമ്ലേച്ഛതകളും അരാജകത്വങ്ങളും തിന്മകളും സകലവിധ ദുഷിപ്പുകളും വക്രതകളും പെരുകി പെരുകി വരുമ്പോൾ നമ്മുടെ ഹൃദയം പലപ്പോഴും അസ്വസ്ഥമാകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സത്യവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഇതെല്ലാം ഒരു ഭാഗത്ത് ശക്തമായി സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ മഹത്വമാണ് ഈ ലോകത്തിൽ നിറഞ്ഞിരിക്കുന്നത്. തൻ്റെ മഹത്വത്തിൻ്റെ ശക്തിയാൽ ഈ സൃഷ്ടപ്രപഞ്ചത്തെ കർത്താവ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിനും കുടുംബങ്ങൾക്കും സഭയ്ക്കും സകല മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ശക്തിയാണ്, തേജസ്സിൻ്റെ അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ അഭിഷേകങ്ങളിൽ ഏറ്റവും ശക്തവും ശ്രേഷ്ഠവുമായ അഭിഷേകം മഹത്വത്തിൻ്റെ അഭിഷേകമാണ്. ഗ്ലോറിയുടെ അനോയിന്റിംഗ്, യെസ്, തേജസ്സിൻ്റെ അഭിഷേകം. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 14-ാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്താണ് വചനം പഠിപ്പിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ ഗ്ലോറി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നുവെന്ന് പ്രവാചക വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, എത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം നമ്മളിത് മനസ്സിലാക്കണം. ഇത് പഴയ നിയമത്തിൻ്റെ ഒരു പ്രമാണം മാത്രമല്ല. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇന്ന് കർത്താവിൻ്റെ കൂടാരം നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ മഹത്വം അധിവസിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ഈ സത്യം തിരുസഭയെ പഠിപ്പിക്കുകയാണ്. കൊളോസ്യർക്കാർക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെയാണ്. ഒരു വലിയ മിസ്റ്ററി സഭയെ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലുണ്ട്. കർത്താവിന്റെ ഗ്ലോറി നമ്മുടെ ജീവിതത്തിൽ അധിവസിക്കുന്നുവെന്ന് പൗലോസ്ലീഹ തിരുസഭയെ ഉദ്ബോധിപ്പിക്കുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. നമ്മൾ തേജസ്സിന്റെ ജീവിതങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും നമുക്ക് ഈ തിരിച്ചറിവില്ലാത്തതാണ്. നമ്മൾ അസംതൃപ്തരും ദുഃഖിതരും നിരാശിതരും നമ്മൾ പലപ്പോഴും പിറുപിറുക്കുന്നവരുമായി മാറുന്നതിൻ്റെ കാരണം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. നിന്റെ ശരീരം കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കൂടാരമാണ്. നമ്മൾ ഓരോരുത്തരും മഹത്വമേറിയ സാന്നിധ്യമാണ്. കർത്താവിൻ്റെ ആ ഗ്ലോറിയുടെ പ്രസൻസ് ആണ് നമ്മുടെ ജീവിതമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതേ സത്യം തന്നെയാണ് പത്രോസ്ലീഹ വീണ്ടും സഭയോട് പറയുന്നത്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം 4:4 എന്താ പറയുന്നത്?
1 പത്രോസ് 4:4 ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും വസിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്താണ്? ഇത് തേജസ്സിന്റെ ജീവിതമാണ്. ഇത് ദൈവമഹത്വത്തിന്റെ ജീവിതമാണ്. നമ്മുടെ കുടുംബങ്ങൾ മഹത്വത്തിന്റെ കുടുംബങ്ങളാണ്. സഹോദരങ്ങൾ, എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ മഹത്വം ദിനംതോറും സംവഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ തേജസ്സിൽ ജീവിക്കുവാനായി, ഈ തേജസ്സിനെ ഈ തലമുറയിൽ വെളിപ്പെടുത്തുവാനായി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ, anointed persons. നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിന് വചനം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, മരുഭൂമിയിൽ വെളിപ്പെട്ട കർത്താവിന്റെ മഹത്വം പിന്നീട് എവിടെയാണ് വെളിപ്പെടുന്നതായി നാം വചനത്തിൽ കാണുന്നത്? സമാഗമ കൂടാരത്തിലാണ്. കർത്താവ് തൻ്റെ കൂടാരത്തിലേക്ക് മഹത്വമായി ഇറങ്ങി വരികയാണ്. സമാഗമ കൂടാരം കർത്താവിനായി പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠ വേളയിൽ അവിടെ എന്താണ് സംഭവിച്ചത്? പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-35 വചനങ്ങൾ ഉച്ചസ്വരത്തിൽ ഒന്നിച്ച വചനം വായിക്കാം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. ഈ മേഘം ഇത് വെറും മേഘമല്ല, അത് കർത്താവാണ്. ആ മേഘത്തിൽ കർത്താവുണ്ട്. അത് കർത്താവിന്റെ മഹത്വമാണ്, തേജസ്സിന്റെ മേഘമാണ്. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. 35-ാമത്തെ വചനം പറയുന്നു, മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കാരണം മഹത്വം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഇത് എപ്പോഴാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? സമാഗമ കൂടാരം കർത്താവിനായി പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠ സമയത്ത് കർത്താവിന്റെ ഗ്ലോറി ഒരു മേഘമായി ഇറങ്ങി വരിക. മേഘത്തിൽ ജീവനുള്ള കർത്താവുണ്ട്. അത് കർത്താവിന്റെ തേജസ്സിന്റെ മേഘമാണ്. അത് ആ കൂടാരം മുഴുവൻ നിറഞ്ഞു നിന്നു. എത്ര മഹത്തരമായൊരു അനുഭവമാണ്. ഇപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ തേജസ് നിറഞ്ഞു നിൽക്കുകയാണ്. കർത്താവിന്റെ മഹത്വം ആ കൂടാരം മുഴുവനെയും ആവരണം ചെയ്തിരിക്കുകയാണ്, കവർ ചെയ്ത് നിൽക്കുകയാണ്. ആ കൂടാരത്തെ പൊതിഞ്ഞു നിൽക്കുന്നത് കർത്താവിന്റെ തേജസ്സാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളുമാണ് കർത്താവിന്റെ കൂടാരം. നമ്മുടെ ഈ മൺകൂടാരമാകുന്ന ഈ ശരീരത്തിൽ മഹത്വത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന ഈ മൺകൂടാരം എന്താണ്? ഇത് കർത്താവിന്റെ തേജസ്സിന്റെ ജീവിതമാണ്. ഇത് മഹത്വത്തിന്റെ ജീവിതമാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ മഹത്വത്തിന്റെ അടയാളമാണ്, പ്രകടമായ അടയാളമാണ് നമ്മുടെ ജീവിതം. ഇത് ദുഃഖിച്ചും നിരാശപ്പെട്ടും പുറുപുറുത്തും നമ്മൾ അസ്വസ്ഥരായും നശിപ്പിച്ച് കളയാനുള്ളതല്ല സഹോദരങ്ങളെ. പുറപ്പാട് പുസ്തകം 25:8 ഈ കൂടാരത്തെ കുറിച്ച് മോശ പ്രവാചകന് കർത്താവ് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അവൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. എൻ്റെ ജനത്തിന്റെ കൂടെ വസിക്കുവാനായി
എൻ്റെ ജനത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുവാനായി, എൻ്റെ ജനത്തെ അനുഗ്രഹിക്കുവാനും അവരെ സുഖപ്പെടുത്തുവാനും എൻ്റെ മഹത്വത്താൽ അവരെ പ്രകാശിപ്പിക്കുവാനുമായി എനിക്കായൊരു വിശുദ്ധ കൂടാരം മോശേ നീ നിർമ്മിക്കണം. എൻ്റെ ജനത്തിന് വേണ്ടി എപ്പോഴും എൻ്റെ പ്രസൻസ്, എൻ്റെ തേജസ് എൻ്റെ ജനത്തിൻ്റെ കൂടെ ആയിരിക്കാൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു നിർദ്ദേശം കർത്താവ് കൊടുക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടണം. ഇത് പഴയ നിയമത്തിലെ ഒരു പ്രമാണം മാത്രമായി നമ്മൾ കാണരുത്. ഇത് പഴയ നിയമത്തിലെ ഒരു ദൈവിക പ്രമാണമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് കർത്താവിൻ്റെ സമാഗമ കൂടാരം, കർത്താവിൻ്റെ മഹത്വം അധിവസിക്കുന്ന, കർത്താവിൻ്റെ തേജസ് നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ കൂടാരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഇത് 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 മറന്ന് നമ്മൾ ജീവിക്കരുത്. നമുക്ക് ഈ തിരിച്ചറിവില്ലായ്മയാണ്, നമ്മുടെ ഈ അജ്ഞതയാണ് നമ്മുടെ അനേകം പ്രതിസന്ധികൾക്കും അസ്വസ്ഥതകൾക്കും കാരണം. ഇനി അടുത്ത നാളിൽ പല വ്യക്തികളുമായി സംസാരിക്കുക, എല്ലാവരും അസംതൃപ്തരാണ്. ഒന്നിലൊരു തൃപ്തി വരുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ആനന്ദമില്ല. ഒരു യന്ത്രം കണക്കെ, ഒരു മെഷീൻ കണക്കെ ഇങ്ങനെ പലതും ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ജീവിതത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആനന്ദവും അനുഭവിക്കാൻ കഴിയാതെ ജീവിക്കുന്ന പതിനായിരക്കണക്കിന് വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. സഹോദരങ്ങളെ, പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഇത് നിനക്കുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവചന ദൂതാണ്. നീ തേജസ്സിന്റെ കൂടാരമാണ്, കർത്താവിന്റെ മഹത്വത്തിന്റെ കൂടാരമാണ് നിന്റെ ജീവിതം. നിന്റെ ശരീരം എത്ര ശ്രേഷ്ഠമാണത് സഹോദരങ്ങളെ. ഈ സത്യമല്ലേ പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നത്? കൊരിന്തോസ്കാർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 6-7 വചനങ്ങൾ സ്വരമുയർത്തി വായിക്കുക. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുന്നതിനെ ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. 8-ാമത്തെ വചനം പറയുന്നു, ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിക്കപ്പെടുന്നു എങ്കിലും ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. കർത്താവ് ഈ നിധി ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് മൺകൂടാരങ്ങളിലാണ്. ഏതാണ് ഈ മൺകൂടാരം? അത് നമ്മുടെ ശരീരമാണ്. ഇങ്ങോട്ട് നോക്കി, ശരീരമാകുന്ന ഈ മൺകൂടാരത്തിലാണ് കർത്താവിന്റെ മഹത്വം വസിക്കുന്നത്. ഹല്ലേലൂയ! ദൈവ തേജസ്സിന്റെ കൂടാരമാണ് നമ്മുടെ ശരീരം സഹോദരൻ. ഈ ശരീരം ദൈവ തേജസ്സിന്റെ കൂടാരമാണ്. ഈ മൺകൂടാരത്തിലാണ് ഇത്രയും ശ്രേഷ്ഠമായ നിധി കർത്താവ് തന്നിരിക്കുന്നത്. മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു ഈ കൂടാരത്തിലാണ് വസിക്കുന്നത്. മഹത്വത്തിന് ആത്മാവായ പരിശുദ്ധാത്മാവ് നിന്റെ ശരീരമാകുന്ന മൺകൂടാരത്തിലാണ് വസിക്കുന്നത്. എത്ര ബ്ലെസ്സഡ് ആണ് നമ്മുടെ ലൈഫ്, നമ്മുടെ ശരീരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതം എത്ര അനുഗ്രഹീതമായൊരു ജീവിതമാണ്. നമ്മൾ ഈ ജീവിതത്തെ ഓർത്ത് ശപിക്കരുത്. ജനിച്ചു പോയില്ലേ, ഇനി ജീവിക്കേണ്ടേ എന്ന് വിചാരിച്ച് നീ വളരെ നിരാശിതയായി വിഷാദത്തിൽ ജീവിക്കരുത്. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ശരീരമാകുന്ന മൺകൂടാരത്തിൽ കർത്താവിന്റെ മഹത്വമുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിലുണ്ട്. ആമേൻ. ഇതേ സത്യം തന്നെയാണ് 2 കൊരിന്തോസ് 5:1 വീണ്ടും പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും, ഈ മൺകൂടാരം, ഈ കളിമൺ കൂടാരം നശിച്ചു പോകുമെങ്കിലും, കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ശരീരമാകുന്ന മൺകൂടാരം നശിച്ചു പോകും, ഈ കണിമൺകൂടാരം നശിച്ചു പോകും സഹോദരങ്ങളെ. എന്നാൽ നമ്മളിൽ അധിവസിക്കുന്ന ദൈവമഹത്വം അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. ആ ദൈവ തേജസ്
നമ്മുടെ ആത്മാവിനെ കർത്താവിൻ്റെ നിത്യമഹത്വത്തിലേക്ക് നയിക്കുകയാണ്. ഇറ്റേണൽ ഗ്ലോറിയിലേക്ക് നയിക്കുകയാണ്. നമ്മളിത് മനസ്സിലാക്കണം. വീണ്ടും ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33:9 മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും. കർത്താവ് കൂടാരവാതിൽ, ഈ മേഘം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തേജസ്സാണ്, ഷെഖേന. അതിന് ഹീബ്രുവിൽ പറയുന്ന പേരാണ് ഷെഖേന, ഷെഖേന ഗ്ലോറി. അത് ആ പടിവാതിൽക്കൽ നിൽക്കും. ആ തേജസ്സിൽ നിന്നുകൊണ്ട് കർത്താവ് മോശയോട് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരൻ, എന്തുകൊണ്ടാണ് ഈ സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ തേജസ് നിറഞ്ഞു നിന്നത്? കർത്താവിൻ്റെ മഹത്വം ഈ കൂടാരത്തെ എന്തുകൊണ്ടാണ് ആവരണം ചെയ്തത്? ദൈവ തേജസ്സിനാൽ ആ കൂടാരം പ്രകാശിതമായിരുന്നു. ആ കൂടാരം കർത്താവിൻ്റെ മഹത്വത്തിൽ ചുറ്റപ്പെട്ടതായിരുന്നു. ഇത്രമാത്രം മഹത്വമേറിയ സാന്നിധ്യം ഈ കൂടാരത്തിൽ അധിവസിക്കുവാനുള്ള കാരണം എന്താണ്? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി ദൈവവചനത്തിൽ നിന്ന് ഈ മർമ്മങ്ങൾ പഠിക്കണം, ശരിക്കും പഠിക്കണം. നമ്മൾ വചനം പഠിപ്പിക്കുന്നു, ഇന്ന് ഈ കൂടാരം നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ശരീരമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ശരീരമാകുന്ന ഈ മൺകൂടാരത്തിൽ കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കണമെങ്കിൽ, ആ തേജസ്സിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയണമെങ്കിൽ പ്രധാനമായി 2 കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കർത്താവിനായി മോശ പ്രവാചകൻ പണിത ആ സമാഗമ കൂടാരത്തിൽ ദൈവ തേജസ് നിറഞ്ഞു നിൽക്കുവാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം, കർത്താവ് കാണിച്ച മാതൃകയിലാണ് ആ കൂടാരം നിർമ്മിച്ചത്. കർത്താവ് കാണിച്ച മാതൃകയിലാണ് സമാഗമ കൂടാരം നിർമ്മിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിൻ്റെ ആലോചനകൾ, കർത്താവിൻ്റെ വചനങ്ങളാൽ, കർത്താവ് കാണിച്ചു തരുന്ന നിർദ്ദേശങ്ങളിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഈ മഹത്വം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇന്ന് മഹത്വമില്ലാത്തവരായി നമ്മൾ വളരെ അസ്വസ്ഥരും കലുഷിതമായ ഒരുപാട് മുറിവേറ്റ് നമ്മുടെ ജീവിതത്തോട് തന്നെ മടുപ്പും വെറുപ്പും തോന്നി പലപ്പോഴും നമ്മൾ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താ സഹോദരങ്ങളെ? കർത്താവ് പറയുന്നത് പോലെയല്ല നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് കാണിച്ചു തരുന്ന മാതൃകയിലല്ല നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം വഴിക്ക് പോവുകയാണ്. നമ്മുടെ അറിവിലും ബുദ്ധിയിലും കഴിവിലും നമ്മുടെ വിദ്യാഭ്യാസത്തിലും അനുഭവ സമ്പത്തിലും ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൽ നിന്ന് വഴിമാറിപ്പോകുന്നു. തന്മൂലം എന്ത് സംഭവിക്കുന്നു? മഹത്വമില്ലാത്തവരായി നമ്മൾ നിരാശിതരും വിഷാദികളുമായി മാറുന്നു. എൻ്റെ സഹോദരങ്ങളെ, ദൈവവചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. എന്താണ് എൻ്റെ നിരാശ? എനിക്ക് എന്തുകൊണ്ടൊരു സമാധാന സ്വസ്ഥതയില്ലാത്തത്? കർത്താവിൽ ആനന്ദിക്കാൻ കഴിയാത്ത വിധം എൻ്റെ ജീവിതം ഇത്രമാത്രം മുറിപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ സഹോദരങ്ങളെ? പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ വഴിയിലല്ല, കർത്താവ് കാണിക്കുന്ന മാതൃകയിലല്ല. കർത്താവ് കാണിച്ച മാതൃക ദൈവവചനത്തിലുണ്ട്. സമാഗമ കൂടാരത്തിൽ ദൈവ തേജസ് നിറഞ്ഞു നിന്നതിൻ്റെ ഒന്നാമത്തെ കാരണം കർത്താവ് കാണിച്ച മാതൃകയിലാണ് മോശ പ്രവാചകൻ ഈ കൂടാരം നിർമ്മിച്ചത്. നമ്മുടെ ജീവിതമാകുന്ന, ശരീരമാകുന്ന ഈ കൂടാരത്തിൽ കർത്താവിൻ്റെ മഹത്വം എപ്പോഴും നിറഞ്ഞു നിൽക്കണമെങ്കിൽ, ആ മഹത്വത്തിൽ നിരന്തരം ജീവിക്കണമെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് കാണിക്കുന്ന മാതൃകയിൽ നമ്മൾ ജീവിക്കണം. ഞാൻ പലപ്പോഴും ഈ വചനം ശ്രദ്ധിച്ചപ്പോൾ എത്ര പ്രാവശ്യം കർത്താവ് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നറിയോ? ഒരു കാര്യം തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക.
എന്താണ് അപ്രകാരം കർത്താവ് പറയുന്നത്? അത്രയും പ്രധാനപ്പെട്ടതാണ്, പ്രാധാന്യമുള്ളതാണ്. ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകം 25:9 കർത്താവ് മോശപ്രവാചകനോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നീ നിർമ്മിക്കുന്നത്. ഞാൻ കാണിച്ചു തരുന്ന മാതൃകയിലായിരിക്കണം. വീണ്ടും ഹെബ്രായ പുസ്തകം 8:5 വരുമ്പോൾ ദൈവമായ കർത്താവ് സംസാരിക്കുകയാണ്. സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവൻ ഉപദേശിച്ചു. പർവ്വതത്തിൽ വെച്ച്, ഏതാണ് ഈ പർവ്വതം? സീനായ് പർവ്വതമാണ്. സീനായ് പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചുകൊള്ളുക. നിനക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് മോശേ നീ എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിൽ നിനക്ക് ജാഗ്രതയുണ്ടാകണം, സൂക്ഷ്മതയുള്ളവനായിരിക്കണം. ഞാൻ കാണിച്ചു തന്നതിൽ നിന്ന് ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ അരുത്. ഞാൻ കാണിച്ച മാതൃകയിൽ തന്നെ എല്ലാം 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 ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് കർത്താവ് നിർദ്ദേശിച്ചു. വീണ്ടും പുറപ്പാട് പുസ്തകം അവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. 25:40 എന്താ പറയുന്നത്? മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ച മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കാൻ നീ ശ്രദ്ധിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഇനിയും ഇതേ വചനം ആവർത്തിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒരു കാര്യം തന്നെ ആവർത്തിച്ച് കർത്താവ് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ മഹത്വത്താൽ നിറയപ്പെട്ട ജീവിതമായി പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതം മാറുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിന്റെ മഹത്വത്തിൽ വസിക്കുവാനും ആ മഹത്വത്തിന്റെ അഭിഷേകം അനുഭവിക്കുവാനും നിനക്ക് ആഗ്രഹമുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന വഴി എന്താ? കർത്താവ് കാണിച്ചു തരുന്ന മാതൃകയിൽ നീ ജീവിക്കണം, എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കണം. അവിടെ വില കൊടുക്കലുണ്ട്, അവിടെ നഷ്ടപ്പെടലുകളുണ്ട്, അവിടെ ത്യാഗമുണ്ട്, അവിടെ സഹനമുണ്ട്, അവിടെ കണ്ണീരുണ്ട്, അവിടെ അപമാനമുണ്ട്, അവിടെ അവഗണനയുണ്ട്. സഹോദരങ്ങളെ, കർത്താവിനെ പ്രതി, അവന്റെ തേജസ്സിനെ പ്രതി ഇത് കൃപയായി സ്വീകരിക്കുന്നവരിലാണ് ഈ മഹത്വം നിരന്തരമായി അധിവസിക്കുകയും ഈ മഹത്വം അവരിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം പറയാണ്, നമ്മുടെ കർത്താവ് നമ്മളെ കൃത്യമായിട്ട് വഴി നടത്തും. സഹോദരങ്ങളെ, ആ ഒരു ബന്ധം കർത്താവിനോട് ഉണ്ടാവണം. ആ ഒരു സ്നേഹം കർത്താവിനോട് നിരന്തരം നമ്മിൽ വളരണം. 32-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഉപദേശിക്കാം. കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് ആലോചന തരാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ കണ്ണുറപ്പിച്ച് നിന്നെ ഞാൻ ഉപദേശിക്കും, നിനക്ക് ആലോചന തരാം. എത്ര ശക്തമായിട്ട് കർത്താവ് പറയുന്നത്! ഞാൻ നിനക്ക് ആലോചന തരാം, നീ പോകേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച്, നിന്റെ മേൽ എൻ്റെ കണ്ണുറപ്പിച്ച്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കർത്താവിൻ്റെ നയനങ്ങളുണ്ട്. കർത്താവിൻ്റെ കണ്ണുകൾ നമ്മുടെ ജീവിതത്തിന് മേൽ ദൃഷ്ടിയുറപ്പിച്ചിട്ടുണ്ട്. കർത്താവ് പറയാ, ഞാൻ നിന്റെ മേൽ കണ്ണുറപ്പിച്ച് നീ പോകേണ്ട വഴി, നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇപ്രകാരം നമ്മളെ സ്നേഹിക്കുന്ന, നിരന്തരം നമ്മളെ സഹായിക്കുന്ന, വിശ്വസ്തയോടെ നമ്മളെ പരിപാലിക്കുന്ന കർത്താവിനെ നമ്മൾ അവഹേളിക്കരുത്. ആ കർത്താവിനോട് നിന്ന് അപമാനം കാണിക്കരുത്. നമ്മുടെ ജീവിതത്തിന് ഉറച്ച തീരുമാനമായിരിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ജീവിതം ദൈവ തേജസ്സിന്റെ ജീവിതമാകണമെങ്കിൽ, നമ്മിലൂടെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നത് ഈ തലമുറയ്ക്ക് ദർശിക്കാൻ കഴിയണമെങ്കിൽ, കർത്താവ് പറയുന്നത് പോലെ
ജീവിക്കുവാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. അടിമുടി മാറരുത്. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇടം വലം വ്യതിചലിക്കരുത്, വ്യതിചലിച്ചു പോകരുത്. വ്യക്തമായിട്ട്